അപ്പോൾ പറയാമോ നമ്മളെന്തായാലും വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഗെയിമുമായിട്ടാണ്. വേറൊന്നുമല്ല, അതിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. അതിൽ ഏറ്റവും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്, സർവൈവ് ചെയ്യാൻ ഭയങ്കര പണിയായിട്ടുള്ള സാധനമാണ് ഹാർഡ് കോർ പറഞ്ഞിട്ടൊരു സെക്ഷൻ. അത് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കി നോക്കാം. അതിന് മുന്നേ നമുക്ക് സർവൈവ് ചെയ്യാൻ മരം വേണം. എന്തായാലും നമുക്ക് അതങ്ങ് വെട്ടിയെടുക്കാം. ഇതിന് ഏത് മരം എടുക്കും എന്നാണ് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ. എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ ഈ ഒരു ഒറ്റ കുട്ടനെ നമുക്ക് എന്തായാലും നമുക്ക് പൊളിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്നാലുള്ള നമുക്ക് ബാക്കിയൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും കുറച്ചേറെ നമുക്ക് മരം ശേഖരിക്കാം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും നമുക്കൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് ഇതിപ്പോൾ എവിടെയായിരുന്നു ഉണ്ടാക്കണം, 3 കുത്തിയങ്ങോട്ട് ഉണ്ടാക്കാം ഗൈസ്. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ. നമുക്ക് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് ആദ്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇനി പിക്കാക്സ്, കൊളാലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ഒരു പിക്കാക്സ് മതി, ബാക്കിയൊക്കെ വേസ്റ്റ് ആണ്. എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യണം. എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭൂമിൻ്റെ അടിയിലോട്ട് ഇറങ്ങി ചെല്ലാം ഗൈസ്. അപ്പം എന്തായാലും ഇപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും ഗൈസ്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്നാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. എന്തായാലും നമുക്ക് എന്തായാലും ഈ കുറച്ച് സ്റ്റോൺ ഇതങ്ങ് അടിയിലോട്ട് വന്നല്ലോ. നമുക്ക് എന്തായാലും 2 ബ്ലോക്ക് അടിയിലോട്ട് പോയിട്ട് അങ്ങ് മൈൻ ചെയ്യാം. എന്നാലുള്ളൂ ക്ലിയർ ആൻഡ് പീസായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോൺ മൈൻ ചെയ്യാണ്. അയ്യോ ഭയങ്കര സീനാ അത്. സ്പീഡില്ലാത്തതുകൊണ്ട് ഭയങ്കര സീനാ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ബ്രോ. ഇത് കുറേ വേണം. ഒരു സ്റ്റാക്കിനെ അടുപ്പിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാഭമായി. അമ്പോ എന്തായാലും ഇത് ഒപ്പിച്ചിട്ട് കാണാം. അപ്പോൾ കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അതങ്ങ് പൊട്ടിപ്പോയി. എന്തായാലും ഇനി മുകളിൽ പോയിട്ട് നമുക്ക് എന്തായാലും നല്ല കരുത്തനായ വെപ്പൺസ് ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. കരുത്തന്മാരുടെ കല്ല് കൊണ്ട് നമ്മളെന്തായാലും ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തോന്നൊക്കെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, അതിന് മുന്നേ നമുക്ക് മരം വേണം. മരമൊക്കെ തീർന്നു. നമുക്ക് മറ്റേ മരമാണ് മെയിൻ. അത് നമുക്ക് എന്തായാലും വേണം. എന്തായാലും നമുക്ക് മരം അങ്ങ് മുറിച്ചെടുക്കുകയാണ്. എന്തായാലും ഈ മരം മൊത്തം അങ്ങ് മുറിച്ചെടുക്കാം. മരത്തിനൊരു ക്ഷാമമില്ലാത്ത നമുക്കൊരു കുഴപ്പമില്ല. കാട് കിട്ടിയോണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇതൊക്കെ പൊളിച്ചിട്ട് വേണം നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാ ടൂൾസും ഉണ്ടാക്കാൻ. എന്തൊക്കെ ഉണ്ടല്ലോ ഒന്നും ഓർമ്മയില്ല. എന്നാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ വെപ്പൺസ് ഉണ്ട്. എവിടെയായിരുന്നു വച്ചത്? ആ ഒരു മരം അവിടെ നടാം. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ ഇങ്ങനെ പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ആക്കിയിട്ട് നമ്മൾ പിന്നെയാണ് ചെയ്യുക സ്റ്റിക്ക് ഉണ്ടാക്കുക. ഞാൻ വിചാരിച്ച ആദ്യമേ എടുത്ത് വെക്കുകയെന്ന്. അത് അങ്ങനെയല്ല, മനസ്സിലായില്ലേ? എന്തായാലും നമുക്ക് തുടക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പിക്കാക്സ്, സോഡ്, ആക്സ്, അങ്ങനെ എന്തൊക്കെ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കങ്ങ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വിഷയമല്ല. നമ്മുടെ കുറേ കല്ലുകൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? നമ്മൾ ഭയങ്കര റിച്ചാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഈ സ്റ്റിക്ക് തന്നെ കൈ പിടിക്കുന്നത്. നമുക്ക് എന്തായാലും ആക്സ് കൈ പിടിച്ചിട്ട് അങ്ങ് വെട്ടിയെടുക്കാം നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ. അതാണ് മെയിൻ സാധനം. അതെങ്ങാനും പോയാൽ വേറെ മരം വെട്ടി ഉണ്ടാക്കും. എൻ്റെ മോനെ ആട് വേണമെന്നങ്ങ് വിചാരിച്ചോളൂ, അപ്പോഴത്തേനും ആട് കിട്ടി. ഇതാണ് മുത്തേ. എന്തായാലും ഇതിൻ്റെ ആ ഫസ്റ്റത്തെ ഗോൾ എന്ന് പറയണത് വേറെ ഒന്നുമല്ല, ഒരു നൈറ്റ് എങ്ങനെയും സർവൈവ് ചെയ്യണം, ഒരു ബെഡ് എങ്ങനെയും ഒപ്പിക്കണം. അതാണ്. അല്ലാണ്ട് വീട് കെട്ടണം, തേങ്ങ കെട്ടണം എന്നൊന്നുമല്ല. ഫസ്റ്റ് ഒരു ബെഡ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ഫസ്റ്റത്തെ ദിവസം ഒന്ന് സർവൈവ് ചെയ്യണം. അല്ലെങ്കിൽ സോംബീസ് ഒന്ന് കടിച്ച് കീറും. ഹാർഡ് കോറാണ്. ചത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പോലും പറ്റില്ല. റിയൽ ലൈഫ് പോലെ തന്നെ. എന്തായാലും ഒരു 2 ആടിനെയും കൂടി വേണം. അത് ഇനി എവിടുന്ന് ഒപ്പിക്കുന്നതാണ് ആലോചിക്കണം. നമുക്കിനി ഇതേപോലെ പോകുമ്പോൾ ഏതെങ്കിലും കിട്ടുമായിരിക്കും, അറിയാം. എന്താ മനസ്സിലായില്ലേ? എന്തായാലും പറയുക, അപ്രതീക്ഷമായ മുമ്പേ അപ്രതീക്ഷം തന്നെ ഇപ്പം പോയെന്നെ കയ്യിൽ നിന്ന്. എന്തായാലും നമുക്ക് പേടിയില്ല. നമ്മളെ രക്തത്തിൽ പേടി പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ല? എന്തായാലും നമുക്ക് അവിടെ ഒരു മലയൊക്കെയാണ്. അങ്ങോട്ട് ആട് കിട്ടി മോനെ, കിട്ടി. നല്ല ലൈഫ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് എന്തായാലും ആടിനെ പോരെ, നമുക്ക് എന്തായാലും അയാളെ വെട്ടിയിടാൻ പറ്റും അങ്ങോട്ടെ. അപ്പം അങ്ങനെ 2 പൂളായിട്ടുണ്ട്. പശു അമ്പ. എന്തായാലും അതിനെ അങ്ങ് വെട്ടി ഫുഡാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഒരാടിനെയും കൂടെ മതി. എന്തായാലും നമുക്ക് അങ്ങോട്ട് നീന്തി അപ്പുറത്തെ സ്ഥലത്തോട്ട് നമുക്ക് എത്തണം. എന്തായാലും നമുക്ക് ഗൂഗിളമ്മച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് എങ്ങോട്ടാണ് പോകാമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അലഞ്ഞ് നടക്കുകയാണ്. അതും കൂടെ ഇതിനകത്ത് കൊണ്ടുവരാനുള്ളൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ അപ്പുറത്തോട്ട് കയറാം. നമുക്ക് ഇനി അടുത്ത ആടിനെ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഒരു നൈറ്റ് സർവൈവ് ചെയ്യുക. കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റേ വീട് കെട്ടാൻ പോകണം. ഒരു കിടിലൻ വീടങ്ങ് കെട്ടും, കിടിലൻ സ്ഥലം കണ്ടുപിടിക്കണം. പന്നി ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും അതിനങ്ങ് വെട്ടിയിട്ടുണ്ട്. ഫുഡ് കിട്ടി. ഫുഡ് മുഖ്യം വെക്കില്ലേ? ഫുഡ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. എന്തായാലും നമുക്കങ്ങോട്ട് കുറച്ചങ്ങ് നീങ്ങി പോയേക്കാം. പ്ലെയിനാന്ന് തോന്നുന്നു ഈ സ്ഥലം. ആവണേ അയാൾ മതിയായിരുന്നു. മുത്തേ ഒരു പശുവിനെ കിട്ടി. പക്ഷെ പ്ലെയിനല്ല, ഇവിടെ അത്യാവശ്യം
സ്പോൺ ആവുകയൊക്കെ ചെയ്യും. എന്തായാലും ആടിനെ കിട്ടിയിട്ട് കാണാം. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ആടിനെ കണ്ടത്. അപ്പോൾ എന്തായാലും തേടിയ വള്ളി കാലി ചുറ്റി എന്നങ്ങാണ്ടാ പറയണ തോന്നുന്നു. എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറേ ഉണ്ടയും കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ സാധനം തിളങ്ങണേ. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് നേരെ പിടച്ച് പോവാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അവിടെ എന്തോ ഞാൻ കണ്ടു, എന്തോ ഒരു റോസ് കളർ സാധനം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയൊക്കെ. എൻ്റെ മോനെ സീൻ മുത്തേ സീൻ. പൊളിച്ചു, സ്ഥലം പൊളിച്ചു, സ്ഥലം രസമുണ്ട്. എന്തായാലും ഇവിടെ ഒരു വീട് കെട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും നമുക്ക് ഇവിടെ പറ്റുമോ നോക്കട്ടെ. അറിയില്ല കെട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു സാമ്പിള് ഇതൊക്കെ എന്താ മുത്തേ. എന്തായാലും നമുക്കൊരു 4 മരം വെട്ടിക്കൊണ്ട് പോകാം, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് നടക്കുക എന്ത് പണി. അപ്പോൾ വേറെ പണിയൊന്നുമില്ലെടുത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 4 മരം കൂടി എടുക്കാം. വേറെ പണിയൊന്നുമില്ലല്ലോ, മനസ്സിലായില്ലേ. എന്തായാലും നമ്മൾ ആ മരം അത് അങ്ങോട്ട് പോയല്ലോ. എന്തായാലും അത് കളക്ട് ചെയ്യാണ്ടേ തേങ്ങ. എന്തായാലും നമുക്ക് ചാടാം. അമ്മേ ഇതെന്താ കുഴിയാ? അപ്പം ചത്തായിരുന്നു, ഭാഗ്യം. അതിൻ്റെ അടിയിൽ എന്താണ് സോംബീസ് അല്ലേ വരുന്നത്? മുത്തേ ചത്ത് പോണ്ടായിരുന്നു. എന്തോ ഭാഗ്യം, തുടങ്ങിയപ്പോൾ തന്നെ അല്ലേ ചാവണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മുത്തേ. നോക്ക് ഭാഗ്യം നോക്കേ. നേരത്തെ ആടിനെ വേണമെന്ന് പറഞ്ഞു, ആടിനെ തന്നു. ഇപ്പതാ ചാവണേന് ജസ്റ്റ് മിസ്. ഇനി ഇവിടെ ഒരു വീടുമില്ലൊരു തേങ്ങയില്ല, പോട്ടെ വിടുന്നു. എൻ്റെ മുത്തേ വീട് ഇനി ഇവിടെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഒരു വീട് കെട്ടണത്. എന്തിന് മൊത്തം കുഴിയും പറയും എല്ലാം ഉണ്ട് ചാവാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. ഫുഡൊന്നും അധികം ഇല്ല. എന്തായാലും നമുക്കങ്ങ് പോവാം. എന്തായാലും ഇനി ഒരു ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കാനുള്ള വകയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു നൈറ്റ് സർവൈവ് ചെയ്യണം. എന്തായാലും ഒരു വൈകുന്നേരത്തിൻ്റെ ഫീലിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും രാത്രിയായാലേ കടന്നുറങ്ങാൻ പറ്റുള്ളൂ. ആ ഏമാമാർ വരുന്നതിന് മുന്നേ നമുക്ക് കടന്നുറങ്ങണം, അല്ലെങ്കിൽ അവന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ പൊട്ടൻ്റെ പോലെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ആവുന്നുണ്ടോ, രാത്രി ആയി വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ായിട്ട് നമുക്ക് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. എവിടെ ഇപ്പോൾ വെക്കും, ഒരു നല്ല പ്ലേസ് വേണം അതിന് മുന്നേ. നമുക്ക് എന്തായാലും ഇവിടെ എങ്ങനെ വെക്കാം. നല്ലൊരു ആട്. എന്തായാലും ഇവനെയും കൂടെ കൊല്ലാം. ഫുഡ് വേണം. അപ്പോൾ ഇവരൊക്കെ നമുക്ക് കൊല്ലാം. എന്തായാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഒരു നല്ല ബെഡ്, നല്ല കിടക്ക, നല്ല സുഖത്തിൽ ഉറങ്ങാൻ പറ്റിയൊരു ബെഡ് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇവിടെ എങ്ങാനും അയ്യോ വച്ചതാണെങ്കിൽ ഏതോ തലയിൽ. എന്തായാലും നമുക്ക് ഇതിപ്പോൾ എങ്ങനെയായിരുന്നു, വുഡ് വേണം, ഓക്ക് വുഡ് വേണം, എന്തൊക്കെയോ വുഡ് വേണം. എന്നിട്ട് ബെഡ് കിട്ടി ബെഡ് കിട്ടി മുത്തേ. അപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റ് ചാലഞ്ച് നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്ന് വെക്കാനും പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഉറങ്ങി ഗൈസ് എൻ്റെ മുത്ത. അപ്പോൾ അത് കഴിഞ്ഞാൽ ചാലഞ്ച് കഴിഞ്ഞു. അപ്പം അടുത്ത വീഡിയോ നമ്മളൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.